2025 ജനുവരി മാസം 18-ാം തീയതി പുലർച്ചെ 1:19 ശുക്രൻ സമ്പത്തിന്റെ ദിശയിലേക്ക് ഗതിമാറ്റം നടത്തുകയാണ്. അതായത് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റത്തിനും രാശിമാറ്റത്തിനും പുറമെ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്രകാരം ജനുവരി 18-ാം തീയതി സൂര്യന് ചുറ്റുമുള്ള പരിക്രമണ പഥത്തിൽ നിന്നും ദിശ മാറി ശുക്രൻ ഉത്തരദിശയിൽ സഞ്ചരിക്കുന്നത് നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ നിരവധി ഗുണകരമായ കാര്യങ്ങൾ നടക്കുവാനിടയാക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ സർവസുഖങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ദാതാവായ ശുക്രൻ്റെ പരിക്രമണ പഥത്തിലുള്ള ഈ മാറ്റത്തെ ഉത്തരമാർഗി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഉത്തരദിശയുടെ അധിപൻ കുബേരനാണ്. അതിനാൽ തന്നെ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാരുടെ നാളെ മുതലുള്ള ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ തുണ ഇരട്ടിയായിരിക്കും. ആദ്യമായി ശുക്രൻ ഭാഗ്യദശയിൽ വരുന്നത് കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും നാളെ മുതൽ തുടങ്ങുന്നത്. കാരണം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങൾ വരെ വലിയ രീതിയിലുള്ള ലാഭം നിങ്ങളിലേക്ക് നൽകുകയും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുന്ന തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ വളരെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയും വളരെ വിജയകരമായി ജീവിതം മുന്നോട്ടേക്ക് നയിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. അതല്ലാതെ ഇടവം രാശിക്കാരിൽ മറ്റുള്ള തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വരുന്നത്. ഇനി രണ്ടാമതായി ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും ശുക്രൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഉയർച്ചയുടെ ദിനങ്ങളാണ് നാളെ മുതൽ തുടങ്ങുവാൻ പോകുന്നത്. ഒരു ജോലിയില്ലാത്തതിനാൽ സാമ്പത്തികപരമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തുലാം രാശിക്കാർക്ക് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല, തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ശുക്രൻ്റെ സഞ്ചാരപഥത്തിലുള്ള ഈ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജോലിയുമായി സംബന്ധിച്ച് ചില ദൂരയാത്രകളൊക്കെ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. ഇപ്രകാരം അവസരം ലഭിക്കുമ്പോൾ ഒരു കാരണവശാലും മടിച്ചു നിൽക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള വഴിയാണ്. അതുപോലെ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ചില വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ചില ആളുകളുടെ തന്നെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഇനി മൂന്നാമതായി ശുക്രൻ്റെ സമ്പത്തിൻ്റെ ദിശയിലൂടെയുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ സമൃദ്ധിയും മുന്നേറ്റങ്ങളുമൊക്കെ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി,
രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്കും നാളെ മുതൽ ശുക്രൻ്റെ സഞ്ചാരപഥത്തിലുള്ള ഈ മാറ്റം ജീവിത മേഖലകളിൽ ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ മീനം രാശിക്കാർ ആയിട്ടുള്ള ആളുകളിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിൽ വളരെയധികം പേർ തങ്ങളുടെ വസ്തുവകകൾ വിൽക്കുവാനായി ആഗ്രഹിച്ചിട്ടും അതിന് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നതിനാൽ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ ശുക്രൻ്റെ ഈ സഞ്ചാരപഥത്തിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല ധനവരവ് ലഭിക്കുന്ന തരത്തിൽ വസ്തുവൊക്കെ വിൽക്കുവാനും സ്വന്തമായി ഒരു ഭവനം എന്നുള്ള ആഗ്രഹമൊക്കെ നേടിയെടുക്കുവാനും നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ ഈ 3 രാശിക്കാരായിട്ടുള്ള ആളുകളുള്ള വീടുകൾക്കും നിങ്ങളാൽ ഒരു അനുഗ്രഹം വരുന്ന ദിനങ്ങളായിരിക്കും നാളെ മുതൽ അങ്ങോട്ടേക്ക് തുടങ്ങുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.